ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദൈവം നമ്മൾ നേരെ വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഡയാമോൺ എണീറ്റിട്ടുണ്ട്. ആളും നേരത്തെ കാലത്ത് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അനിതതാ പിന്നെ ഇപ്പോൾ എല്ലാവരും എണീറ്റിട്ടില്ല, ഏകദേശം നല്ലോണം നേരം കൊടുത്ത് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇത് എണീറ്റ് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് അയാൻമോൺ കുളിപ്പിച്ച് കൊടുക്കണം. കാരണം സർജറി ഉള്ളതല്ലേ. അങ്ങനെ അയൽമോൺ എണീറ്റിട്ടില്ല കേട്ടോ, ആള് നല്ല ഉറക്കാണ്. അപ്പോൾ നേരെ അയാളായിട്ട് ബാത്റൂം പോയി ഓണം നല്ലോണം കുളിപ്പിച്ച് കൊടുക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ സർജറി കഴിഞ്ഞാൽ 2 ദിവസത്തിന് കുളിപ്പിക്കൽ നടക്കൂല, പിന്നെ സ്റ്റിച്ച് ഇടുന്നത് വരെ. അങ്ങനെ അത് കഴിഞ്ഞ് അയാളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഈ അവിടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതേ പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി. പിന്നെ എന്താണ്, അത് കഴിഞ്ഞത് ഇക്കാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം ക്യാഷൊക്കെ മേടിച്ച് നേരെ ഗ്ലാസ് ഓഫ് അടിക്കാൻ പോയിട്ടാണ് രാവിലെ തന്നെ. അങ്ങനെ നമ്മൾ താഴത്തെ നേരെ താഴെ തെക്കീരിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു കോഫിയും അതുപോലെ 2 സമൂസയും വാങ്ങിച്ച് വെച്ചിട്ടാ. അത് കഴിഞ്ഞത് അയാൻമാർക്ക് ഗ്ലൂക്കോസിന്റെ വെള്ളം കൊടുക്കാനായിട്ടോ. നമുക്ക് അത് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ, 10 മണി വരെ വെള്ളം ഗ്ലൂക്കോസ് വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് അത് കൊടുത്തോണ്ട് ഞങ്ങൾക്ക് തീരും പറ്റുന്നില്ല, പക്ഷെ കുടിച്ചല്ലേ പറ്റൂ, ക്ഷീണം വരാണ്ടിരിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കൊടുത്തു. അതിൻ്റെ ഇതാണ് വൈദ്യമോൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അയാളൊന്ന് ഫ്രഷാക്കി എടുക്കണം. അങ്ങനെയാണ് നേരെ ബാത്റൂം കൊണ്ടുപോയത്. ആളെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റിരിക്കുന്നത് മിഠായി കേട്ടോ കരഞ്ഞിൻ്റെ ആള്. അങ്ങനെ കയ്യിലുണ്ടായിരുന്നൊരു മിഠായി എടുത്ത് കൊടുത്ത് ആളെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് വന്ന് ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിന് പുറത്തേക്കൊന്ന് പോകണം, ചായ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അക്കാകെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ചായ ഒന്നും വേണ്ട, വേറെ മിഠായി ഐറ്റംസ് മാത്രം മതി. അങ്ങനെ പിന്നെ ഞാനത് അടുത്തോട്ട് പോന്നു. അയാൾമോനതാ എടുക്കുകയാണ്. പിന്നെ അപ്പുറത്തുള്ള കുട്ടികൾക്കൊക്കെ എന്താണ് മരുന്നൊക്കെ വെക്കുന്നുണ്ട്. ഏകദേശം സർജറി ടൈമൊക്കെ കുറച്ചായി തുടങ്ങിയിട്ടുണ്ട്. ഈ എഴുതിയിട്ട് അത് പുറത്ത് വന്നിട്ട് ചായ മേടിച്ചു കൊടുക്കുന്നത് ആൾക്ക്. അത് മിഠായി മാത്രം മതി, ചായ മേടിച്ചൊന്നും കുടിക്കുന്നില്ല ആൾക്ക്. അതാണ് ആളുടെ പ്രശ്നം. കടകൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചായ മേടിച്ചു കൊടുത്ത് കുടിച്ചിട്ടില്ല എന്ന് എനിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ബെഡിലുള്ള മക്കളൊക്കെ സർജറിക്ക് വേണ്ടി മാറ്റി കൊടുക്കുകയാണ്. ചെറിയ മക്കളാണ് അവർക്ക്. അപ്പോൾ അവരുതാണ് നേരത്തെ അയൽമോൻ്റെ ഏറ്റവും ലാസ്റ്റ്. അങ്ങനെ പിന്നെ അയ്യാൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അയ്യാനാണ് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളത്. അങ്ങനെ പിന്നെ അതിൽ സെറ്റ് ചെയ്ത് വെക്കണേ. എന്താ പറയുക, നമ്മൾ ട്രിപ്പ് ഇടാണ്. അപ്പം അത് ഒരു കണക്ക് തോന്നുന്നു അവർക്ക് പോകുന്നതിൻ്റെ ഫൈനൽ മെഷീനിൽ സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ട്രിപ്പൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ നല്ലോണം ഉറങ്ങിയിട്ടാണ്. അത് ഭയങ്കര കേടായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണക്കാരൻ രാവിലെ എഴുന്നേറ്റില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റുകൊണ്ട് ആള് പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങി, നല്ലൊരു ഉറക്കം ഉറങ്ങി. മരുന്നിന് മുന്നത്തിന് അവിടെ ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉറങ്ങിയില്ല. നമ്മൾ അവിടെയുള്ള നേഴ്സുമാരൊക്കെ തിരിച്ച് കഴിച്ച് നടക്കിയിരുന്നു. പിന്നെ അതെല്ലാം ക്ഷീണം വന്നപ്പോൾ ആള് കിടന്ന് ഉറങ്ങി, നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിയ ശേഷം പിന്നെ അവനെ സർജറിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ അയാൻമോനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് സർജറിക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് 1 മണിക്കാണ് സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 11:45 11 മണിയൊക്കെ ആയപ്പോൾ 11:30 ആയപ്പോഴത്തേനും അവർ വന്ന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സർജറിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് മാറ്റി കൊടുത്ത് അവരെ കൊണ്ടുപോയി. നമ്മളെ വീട്ടിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ പറഞ്ഞ ടൈമിൽ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു, ആൾ ടെൻഷനായിട്ട്. പിന്നെ അങ്ങനെ ഒബ്സർവേഷനിൽ എടുത്ത ടൈമിൽ പിന്നെ അവൻ സംസാരിച്ച് അവനെ ഓക്കെ ആക്കി എടുത്ത്. ഭയങ്കര സങ്കടക്കാരുടെ കാര്യം കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, കരച്ചിൽ ആൾ പേടിച്ചിട്ട്. അതിനിടയിൽ ഒരു ചെറിയ പൈപ്പിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രസവിച്ചാൽ മണിക്കൂറും കണ്ട് ആയിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ അതിലും കൂടെ കണ്ട ആൾക്കാർക്ക് പേടിയായി. അങ്ങനെ സർജറിക്കുള്ള തൊപ്പി മാസ്ക് ഒക്കെ ഇട്ട് ആൾ റെഡി ആയിരുന്നിട്ട് കുറച്ച് നേരം ആളെ ഹാപ്പി ആക്കി എടുത്ത്. അതാണല്ലോ നമുക്ക് വേണ്ടേ. ഭയങ്കര ടെൻഷനായിരുന്നു അവൾക്ക്. അങ്ങനെ ഹാപ്പി ആക്കി എടുത്ത് ശേഷം പിന്നെ അവനോട് കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നു. പിന്നെ അതെ ഏകദേശം അവൻ്റെ സർജറി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ നല്ല തിരക്കാണ് സർജറിക്ക് കേട്ടോ. അപ്പം അത് കഴിഞ്ഞു. പിന്നെ സർജറി കഴിഞ്ഞ് 3.5 മണിക്കൂർ, 3.5 4 മണിക്കൂർ ICU തന്നെയായിരുന്നു ഞാനും അവനും. അതിനുശേഷം അവനെ വാർഡിലേക്ക് മാറ്റി. ഇത് രാത്രി 7 മണി കഴിക്കണം വാർഡിലേക്ക് മാറ്റുമ്പോൾ. അങ്ങനെ ആൾക്ക് നല്ല വിശക്കുണ്ട് പറഞ്ഞപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ആൾ ഭയങ്കര കരച്ചിലായിരുന്നു, വേദനയൊക്കെ ആയിട്ട്. ഞാനാണെങ്കിൽ ഉച്ചക്കും രാവിലെ ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാത്രി ഒരു ചോറ് കഴിച്ച് നേരത്തെ കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ നല്ല തലവേദനയായിരുന്നു. പിന്നെ കുറേ നേരം ICUൻ്റെ ഉള്ളിൽ തന്നെ അല്ലായിരുന്നു, ഭയങ്കര തലവേദന ആയിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. ഹൈസിൻമോൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈസിൻമോൻ്റെ ശേഷം കൊടുത്തു. പിന്നെ അവന് ശരിക്കും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ വീഡിയോസിനൊക്കെ ക്ലിയർ കുറവാണ്. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ക്ലിയറിൽ കിട്ടുന്നില്ല വീഡിയോസ് ഒന്നും. അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇത് നമ്മുടെ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആൾ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്.
പിന്നെ ഐസിന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആള് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ, സർജറി കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.